ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്വീറ്റ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ഇതിൽ ചേർക്കുന്ന കാര്യങ്ങളും അളവുകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. ഇത് പപ്സിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മാവ് എടുത്തിരിക്കുന്നത് 250 ഗ്രാം മൈദാ മാവാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എലൈറ്റിൻ്റെ മൈദാ മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി മാവൊന്ന് നടുഭാഗം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ സ്പൂണിൻ്റെ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ വാനില പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് 150 ml ആണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബൗളിൻ്റെ അളവാണെങ്കിൽ ഒരു 1/4 ബൗൾ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ആ പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് യോജിപ്പിച്ച ശേഷം നല്ലതുപോലെ അലിയിച്ച ശേഷം നമുക്ക് ആ ഒരു മാവ് നമ്മൾ പപ്സിനൊക്കെ തയ്യാറാക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഞാൻ പപ്സിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ മാവൊക്കെ കുഴയ്ക്കുന്നതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് വീതം ചേർത്താണ് ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഈ ഒരു ഇത്രയും വെള്ളം മതി, ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം 1 കിലോ മാവ് എടുക്കുകയാണെങ്കിൽ 600 ml വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ മാവ് കുഴച്ച ശേഷം ഇതിലേക്ക് 25 ഗ്രാം ബട്ടർ ചേർത്ത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ബട്ടർ ചേർത്ത് കുഴയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു മാവൊക്കെ ഭയങ്കരമായിട്ട് ലൂസായിട്ട് തോന്നും. നിങ്ങളത് കുഴപ്പമാക്കണ്ട. നിങ്ങൾ നല്ലതുപോലെ ആ ബട്ടർ ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് മൈദാ മാവ് ചെറുതായിട്ടൊന്ന് തൂറ്റി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം മൈദാ മാവ്. കൂടിപ്പോകാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അധികം വാരി വലിച്ചൊന്നും മൈദാ മാവ് ഇട്ട് കൊടുക്കല്ലേ. അപ്പോൾ അതിന് ശേഷം നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ആ ഒരു മാവ് മാറ്റിയിട്ട് കുറച്ചൊന്ന് മൈദാ മാവ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഈ മാവ് ഒന്ന് വെച്ച് നമ്മൾ കുഴച്ച ഡോ ഒന്ന് വെച്ച് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. നിങ്ങൾ പരത്തുമ്പോൾ അറിയാമല്ലോ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത മാവാണ്. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാത്ത ഇതിന് മുമ്പെയുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിങ്ങളെ കാണിച്ച് ബുദ്ധിമുട്ടിക്കാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരൊന്ന് പപ്സിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനവിടെ മാവ് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. നല്ല ഇത്തിരി കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കണം. അധികം കട്ടി കുറച്ച് പരത്തിയെടുക്കേണ്ട. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാമല്ലോ, ഒരു ചെറിയൊരു കട്ടിക്ക് നിങ്ങൾ പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മാർജറിനാണ്. അപ്പോൾ മാർജറിൻ എന്ന് പറയുമ്പോൾ നമ്മളിതവിടെ ഇത് പപ്സൊക്കെ ഉണ്ടാക്കുന്ന ഗോൾഡൻ സ്പ്രെഡിൻ്റെ മാർജറിനാണ്. 125 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/4 കിലോ മൈദാ മാവിന് നമ്മൾ 125 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഇത് ക്രീം പരുവം പോലെ ആവട്ടെ. അപ്പോൾ നല്ലതുപോലെ സോഫ്റ്റാക്കി കുഴച്ച ശേഷം നമ്മൾ ആ ഒരു മാർജറിൻ്റെ 1/4 ഭാഗത്തോളം ആദ്യത്തെ ലെയറിലൊന്ന് പുരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല കട്ടിക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മാർജറിനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ പപ്സിൽ നമ്മൾ ഇത് ബട്ടർ ചേർത്ത് തയ്യാറാക്കുന്ന പപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ട് നോക്കാം കേട്ടോ. അത് ആ രീതിയിൽ ചെയ്താലും മതി. അതിനുശേഷം നമ്മളിതായി 2 സൈഡൊന്ന് മടക്കിയെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് 2 സൈഡ് മടക്കിയെടുക്കണം. ഞാൻ 1/4 ഭാഗത്തോളമാണ് മാർജറിൻ തേച്ച് കൊടുത്തത്. ഇനി നമ്മൾ ഇതിന് ഒരിക്കലും കൂടെ തേക്കണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 1/4 ഭാഗത്തോളം തേച്ചിട്ട് ബാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമ്മൾ കുറച്ച് മാവൊന്ന് ഇട്ട് കൊടുത്തിട്ടാണ് അടുത്ത് നമ്മൾ പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നല്ല ഇത്തിരി കട്ടി കൂട്ടി പരത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ മാവൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നല്ല ഒത്തിരി മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക.
നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബേക്ക് ആൻഡ് ടേക്കിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇതുപോലത്തെ ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അത് ചെയ്താൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷൻ എല്ലാവരും കൊടുക്കണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് എൻ്റെ ചാനൽ വിജയിക്കാൻ പറ്റിയത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് എൻ്റെ ചാനൽ 10K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അതിനെല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ബാക്കിയിരിക്കുന്ന മാർജറിനും അതായത് ഇതുപോലെ ഈ ലെയറിലൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ആദ്യത്തെ ലെയറിൽ ഞാൻ 3/4 ഭാഗത്തോളം തേച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അധികം പരത്തി എടുത്തിട്ടില്ല, ഇത്തിരി കട്ടിക്കാണ് പരത്തി എടുത്തിരിക്കുന്നത്. ഞാൻ ഇതും എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മാർജറിനൊക്കെ തേച്ചാൽ മാത്രമേ പപ്സ് നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പപ്സിൽ മാർജറിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബട്ടർ ഉപയോഗിച്ച് ചെയ്താലും മതി. പക്ഷേ നമ്മൾ മാർജറിൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം അത് മാത്രമല്ല, നമ്മൾ ബട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ല ഇത്തിരി പാടാണ് കേട്ടോ. കാരണം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് എല്ലാം ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ 2 സൈഡ് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തിരിച്ച് ഇതുപോലെ ഈ സൈഡ് ഒന്ന് മടക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മളിത് വേറെ ഒന്നും ചെയ്യേണ്ട, പരത്തിയിട്ട് നമുക്ക് പരത്തി നമ്മളിത് തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈ ഒരു മാർജറിനൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ പപ്സൊക്കെ. നിങ്ങൾ കാണും പോലെയല്ല, പപ്സ് ഉണ്ടാക്കാൻ ഭയങ്കര പാടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഇതൊക്കെ ഈ തേക്കുന്നതിൻ്റെ പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അധികം സമയമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട. അപ്പോൾ പപ്സിൻ്റെ ഷീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ പരത്തിയിട്ടുണ്ട്. അധികം നൈസല്ല, ഇത്തിരി കട്ടിക്കാണ് പരത്തിയിരിക്കുന്നത്. അതിനുശേഷം 4 സൈഡിൽ ഇതുപോലത്തെ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, നമുക്കൊന്ന് സ്ക്വയറായിട്ട് കിട്ടണം. അതുകൊണ്ട് 4 ഭാഗത്തുള്ളതും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഉരുട്ടി എടുക്കുമ്പോഴൊക്കെ നല്ല ഒരേ ലെവലിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിസ്സ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കത്തി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. 4 സൈഡും ഒരേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കൂടി പോകരുത് പഞ്ചസാര. എല്ലാ ഭാഗത്തും നമുക്ക് മധുരം കിട്ടണം, പക്ഷേ പഞ്ചസാര കൂടി പോകരുത്. പുറത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അത് ആ ഒരു ചൂടടിക്കുമ്പോൾ തന്നെ അത് ഉരുകി കറുത്ത കളറിലാവും. പിന്നെ നമുക്ക് ആ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം ഞാനവിടെ പഞ്ചസാര എല്ലാ ഭാഗത്തും കിട്ടാൻ കണക്കിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൂടി പോകാൻ പാടില്ല. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയാണ്. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. അതും ഇതുപോലെ നിറയെ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ചെറിയും ടൂട്ടി ഫ്രൂട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇത് 2 ഉള്ളത് കൊണ്ടാണ് അത് ചേർത്തത്. ഉണക്കമുന്തിരിയും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ഇത് ചെറിയൊക്കെ ചേർക്കുമ്പോൾ നിറയെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എല്ലാ ഭാഗത്തും ആ ഒരു ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയും കാണുള്ളൂ, നല്ല ടേസ്റ്റും കാണുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് ബേക്കറി ഐറ്റങ്ങളും അതുപോലെ തന്നെ എല്ലാ തരം കേക്കുകളും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഓരോ വീഡിയോസ് എന്നും ചിലപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റിയില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ട് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ഇനിതാ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. പുറത്തൊന്നും ആവാതെ നമ്മളിതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. നല്ലതുപോലെ മടക്കി എല്ലാ ഭാഗവും ഒരേ ലെവലിൽ തന്നെ മടക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് ഇളകി പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മടക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൂടുതൽ കട്ട് ചെയ്യാനും പാടില്ല, കൂടുതൽ കട്ടി കുറയാനും പാടില്ല കേട്ടോ. ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് ഈ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ പതുക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പിസ്സ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ അതിനുശേഷം ഒന്ന് ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമുക്ക് അതങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു പശ പോലെ ഒട്ടിയിരിക്കും. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഈ ബേക്കിംഗ് ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാതെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് കേൾക്കുക.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻ്റായിട്ട് കേൾക്കാം കേട്ടോ. ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞുതരും. പിന്നെ വീഡിയോ ഫുള്ള് കാണാതെ ആരും കമൻറ്റ് ചെയ്യില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ കമൻറ്റിൽ കേൾക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് കേൾക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഏത് ബേക്കിംഗ് ട്രേയിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു ട്രേയിൽ ഇതെല്ലാം ഒന്ന് നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതവിടെ ഈ ഒരു ബേക്കിംഗ് ട്രേയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം വയ്ക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നീക്കി വെക്കണം. കാരണം നമ്മളിത് പരത്തി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് നീക്കിയാണ് അകലം വിട്ടാണ് നമ്മളിത് വയ്ക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ഒരു മുട്ടയൊന്ന് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കയ്യിലൊന്ന് മുക്കിയ ശേഷം ഈ ഒരു ഇത് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ ഇതുപോലെ മടക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ മാവ് നമ്മൾ പരത്തി കൊടുക്കുമല്ലോ, അതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. അധികം വലുതായിട്ട് പരത്തേണ്ട, ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ചെറിയ സൈസിലുള്ള പൊറോട്ടയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന വലിയ സൈസിലുള്ള സ്വീറ്റ് പൊറോട്ട തയ്യാറാക്കണേ കുറച്ചും കൂടി മാവെടുത്ത് നമ്മൾ ഇതിലൂടെ കട്ടിക്ക് വെച്ചിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ സൈസിലുള്ളതാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഞാൻ ഇവിടെ 25 മിനിറ്റ് 30 മിനിറ്റിനകത്ത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കോയിൻ കത്തിക്കുന്നതെന്ന് വെച്ചാൽ താഴത്തെ കോയിനും മുകളിലത്തെ കോയിനും കത്തിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഓണാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരേ അളവിൽ തന്നെ അത് പെർഫെക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എല്ലാം പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓവൺ ഇല്ലാത്തവരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇതുപോലെ അലുമിനിയം പാത്രത്തിൽ ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിലൊരു തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത്തിരി കൂടെ സമയമാവുന്നേ ഉള്ളൂ. നിങ്ങളത് 30 മിനിറ്റ് ആയ ശേഷം വെന്തില്ലെങ്കിൽ കുറച്ചും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഇത് ഓവണിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് 30 മിനിറ്റിനകത്ത് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, പക്ഷെ നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തൊട്ടിട്ട് ഉടനെ മാറ്റിയത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ്, നല്ല ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്വീറ്റ് പൊറോട്ടയാണ്. അപ്പം വീഡിയോ എല്ലാവരും കാണണം.